നിങ്ങളാരെങ്കിലും ശ്രീലങ്കൻ സ്നാക്സ് കഴിച്ചിട്ടുണ്ടോ? ഇത് കണ്ട ഇലയുടെ കണക്കൊക്കെ തോന്നുമെങ്കിൽ ഇത് ശ്രീലങ്കൻ സ്നാക്സാണ്. നമ്മളുടെ തേങ്ങ, അതിൻ്റെ കൂടെ ശർക്കര, അതിൻ്റെ കൂടെ ഏലക്കയും കൂടെ മിക്സ് ചെയ്ത് വെക്കണം. അതിനുശേഷം ഇതുപോലെ നമ്മളുടെ ഇടിയപ്പത്തിൻ്റെ മാവ് എങ്ങനെയാണോ ഇടിയപ്പത്തിന് പീച്ചുന്നത് അതുപോലെ ഈ ഇലക്കകത്ത് നന്നായിട്ട് പീച്ച് വെക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കാണുമ്പോൾ തോന്നും ഇത്രയും മെനക്കെടേണ്ട, കൈ വെച്ചിട്ട് നമ്മളുടെ ഇലയപ്പം അങ്ങ് ഉണ്ടാക്കിയാൽ പോലെയെന്ന്. പക്ഷേ ശ്രീലങ്കൻ സ്നാക്സ് വേറെയാണ്. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ, അതുകൊണ്ടാണ് ചോദിച്ചത്. എന്നിട്ട് ഇതിലേക്ക് നമ്മളുടെ ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കും. അതായത് ഏലക്ക, ശർക്കര, പിന്നെന്താ തേങ്ങ, മൂന്നിൻ്റെയും കൂടെ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് ഇത് ഫോൾഡ് ചെയ്തെടുക്കും കേട്ടോ. സത്യത്തിൽ ഫോൾഡ് ചെയ്തെടുക്കുന്നതൊക്കെ ഇച്ചിരി റിസ്ക് ആണ്. എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വീഴാതെ കറക്റ്റായിട്ട് വരണം. അതെല്ലാം സംഗീത റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണ്. അത് കാരണം ചെയ്തു. അത് മാത്രമല്ല, ഇന്ന് സംഗീതയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ സ്പെഷ്യൽ പിള്ളേർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ് ഇത്. അപ്പോൾ ആയുഷിന് ദിയായ്ക്ക് കാത്തോന് അങ്ങനെ 3 പേർക്കും ഓരോന്ന് വീതം ഉണ്ടാക്കി. ഇത് ഓരോന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ഉണ്ടാക്കണം. കുറച്ച് മെനക്കെട്ട ജോലിയാണ്. ഒറ്റയടിക്ക് നമുക്ക് ഇലയപ്പമാണ് എളുപ്പം. പിന്നെ മെനക്കെടാൻ അവൾക്ക് താല്പര്യം ഉണ്ടായതാണ്, കുഴപ്പമില്ല. എനിക്ക് മെനക്കെടാൻ കുറച്ച് താല്പര്യക്കുറവുള്ളത് കാരണം കുറച്ച് പ്രശ്നമാണ്. അങ്ങനെ അതെല്ലാം സെറ്റാക്കി അവൾ ആവി കയറ്റാൻ വെച്ചു. പക്ഷേ ഒരു കാര്യമുണ്ട്, രാവിലെ പിള്ളേർ പോകുന്നതിന് മുമ്പ് ഇത് പിള്ളേർക്ക് കൊടുക്കുകയും വേണം. പിന്നെ മധുരമായത് കാരണം ചിലരൊന്നും അത് കഴിക്കത്തില്ല കേട്ടോ. ദിയയ്ക്ക് അങ്ങനെ രാവിലെ അത്രയും മധുരം കഴിക്കുന്ന അത്ര ഇഷ്ടമല്ല. ദിയ അങ്ങനെ കഴിച്ചില്ല. ഇത് ആവിയിൽ വെച്ചിട്ട് 3 പേർക്ക് സ്പെഷ്യൽ വെന്ത് വരുമ്പോഴത്തേക്കും നമ്മളെ ഇലയപ്പം പോലെ. പിന്നെ ഷേപ്പിന് കുറച്ചൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇലയപ്പം ആണെങ്കിൽ വേറൊരു രീതി, ഇത് ഇങ്ങനത്തെ ഒരു ഡിസൈനും കൂടെ വരും. ഞാൻ സിമ്രാൻ ഏതോ ഒരു ഫിലിമിൽ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അനിയനെ കൊണ്ട് എടുപ്പിച്ചത്, അവളെ കൈ പൊള്ളുന്ന കാരണം അനിയനെ കൊണ്ട് എടുപ്പിച്ചത്. അങ്ങനെ നമ്മളുടെ ശ്രീലങ്കൻ ഡിഷ് പിള്ളേർക്ക് എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.